ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെസിപ്പിയാണ്. ഇത് സ്പൈസി ക്രീമി ചിക്കനാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പൈസിയാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറായിട്ടുള്ളൊരു കറിയാണ്. അത്യാവശ്യം ചോറിൻ്റെ കൂടെയും കഴിക്കാം, കുഴപ്പമില്ല. നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു 4 ചിക്കൻ ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ചിക്കൻ്റെ 4 പീസുകളാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി നമുക്കിതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് വലിയ കോഴിയുടെ ലെഗ് പീസാണ്. അതുകൊണ്ട് മസാലയൊക്കെ അകത്തേക്ക് പിടിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ എല്ലാ പീസും ഒരു ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫോർക്ക് കൊണ്ട് കുത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തു. ഗരം മസാല ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഒരു നാരങ്ങയുടെ പകുതി കൂടെ നമ്മൾ ചേർക്കുകയാണ്. നമ്മൾ സാധാരണ രീതിയിലുള്ള മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു, ഗരം മസാല ചേർത്തു, ഉപ്പും ചേർത്തു. നാരങ്ങയും പിഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ കൈകൊണ്ട് ഈ മസാല എല്ലാം കൂടെ ഇതിലേക്ക് നല്ലതൊരു പുരട്ടി കൊടുക്കണം. നമുക്കിത് പുരട്ടി മാറ്റി വെക്കാം. കുറച്ച് ഇഞ്ചി ആവശ്യമുണ്ട് അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി ആവശ്യമുണ്ട്, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, ഒരു ചെറിയ തക്കാളിക്ക് അരിഞ്ഞെടുത്തത്, കുറച്ച് കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാല, അതുപോലെ തന്നെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഒരു 2 ക്യാരറ്റ് ആവശ്യമുണ്ട്, ഒരു 3 വലിയ സവോള, ഒരു വലിയ കിഴങ്ങ്, ഒരു 4-5 കാഷ്നട്ടും ഒരു 10 ബദാമും വെള്ളത്തിലിട്ട് കുതിർത്തത് ആവശ്യമുണ്ട്. അപ്പോൾ കിഴങ്ങ് നമ്മൾ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. അത് രണ്ടും കുക്കറിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ബദാമും കാഷ്നട്ട് ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കാം. ഇത് തേങ്ങയുടെ 1-ാം പാലാണ്. നമുക്ക് 1-ാം പാലും 2-ാം പാലും ആവശ്യമുണ്ട്. ഇത് 2-ാം പാലാണ്. 1-ാം പാലും 2-ാം പാലും എടുത്തു. ഇനി നമ്മളൊരു തവയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2-3 ഗ്രാമ്പൂ, 2-3 പട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവോള നമ്മൾ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റണം. സവോള നല്ലതുപോലെ വാടി പച്ചപ്പ് മാറി നന്നായിട്ട് വെന്ത് കിട്ടണം. അതുവരേക്കും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ സവോള പച്ചപ്പൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. കുറച്ച് വാടിയിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഒന്ന് സവോള വാടി കഴിയുമ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പൊക്കെ ഒന്ന് മാറി വരണം. കുറച്ച് സമയം എടുത്താണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല, കുറച്ച് സമയമെടുക്കും. പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പച്ചമുളക് ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. സവോളയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇനിയും പച്ചമുളകും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്നുകൂടെ ഒന്ന് വാടി ഒന്ന് വരണം, ഫ്രൈ ആയി വരണം.
ഈ സമയം നമ്മളെടുത്ത് വെച്ച മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നമ്മൾ ചേർത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. അത് ചേർത്ത് കൊടുത്തു. മല്ലിപ്പൊടിയുടെ പച്ചപ്പ് മാറുന്ന വരെ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ചപ്പ് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാല നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തു. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം സവോളയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ നമ്മൾ പൊടികളെല്ലാം ചേർത്തു. സവോളയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 2ാം പാല് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് 2ാം പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, അവസാനം ചേർക്കാൻ വേണ്ടിയിട്ടാണ്. 2ാം പാൽ ചേർത്തു. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച നമ്മളുടെ ചിക്കൻ ലെഗ് പീസ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് കയറി വരണം. നമ്മൾ ഈ സമയം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തു. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇതുപോലെ അപ്പോൾ ഒന്ന് തിളച്ച് തുടങ്ങി കഴിയുമ്പോൾ നമുക്കൊന്ന് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലതുപോലെ ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസുകളൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മറിച്ച് വെച്ച് കൊടുക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചും തിരിച്ചും വെച്ച് കൊടുക്കണം. അപ്പോൾ മാത്രമേ നല്ല രീതിയിൽ മസാല ഉള്ളിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ച് വെച്ച് കൊടുത്തു. ഇനി ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. വീണ്ടും ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഈ സമയം നമ്മൾ എടുത്ത് വെച്ച നമ്മളുടെ 1ാം പാല് നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 2ാം പാൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അവസാനം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. 1ാം പാലും കൂടെ നമ്മളിതിലേക്ക് ചേർത്തു. ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ചിക്കൻ പീസ് പൊടിഞ്ഞു പോകാത്ത പോലെ പയ്യെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കുന്നു. ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. വീണ്ടും നമ്മൾ തുറന്നു നോക്കുന്നു. ഈ സമയം നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുന്നു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിരുന്ന നമ്മളുടെ ബദാം കാഷ്നട്ട് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. വളരെ ഹാർഡായിട്ട് ഇളക്കരുത്. പയ്യെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അത്യാവശ്യം കറി നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് ക്യാപ്സിക്കം ഇടുന്നുള്ളൂ. ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം.
ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്നുകൂടെ ചിക്കൻ പീസുകൾ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് 2-3 പ്രാവശ്യം നമ്മളിതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം. നമ്മൾ ഗ്യാസ് സിമ്മിലാണ് വെക്കേണ്ടത്. ഒരിക്കലും ഗ്യാസ് തീ കൂട്ടി വെക്കരുത്. വീണ്ടും ഒന്നുകൂടെ കവർ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കാരണം ഒന്നുകൂടെ തിളച്ച് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ കുറുകി കട്ടയായിട്ട് വരും, കുറച്ചുകൂടെ നല്ലതുപോലെ തിക്കായിട്ട് വരും. നമുക്ക് വീണ്ടും ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ക്യാരറ്റും കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം. ക്യാരറ്റും കിഴങ്ങും ഒരുപാട് വെന്ത് പോകാതെ വേണം എടുക്കാൻ. വെന്ത് പോയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല. അതുപോലെ പീസായിട്ട് തന്നെ ഇരിക്കണം. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കറി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചു. കറി നല്ലപോലെ തിക്കായി ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മളുടെ സ്പൈസി ചിക്കൻ, നമ്മുടെ സ്പൈസി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. സ്പൈസി ക്രീമി ചിക്കൻ റെഡിയാണ്. എല്ലാവരും ഇതൊരു ഉണ്ടാക്കി നോക്കണം. നല്ലൊരു കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും.